കൊടക്കലച്ച ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നിർമ്മാതാക്കളെ സുഹൃത്തുക്കളെ സൈനികരെ, സിനിമ എന്ന സ്വപ്നം ഒരടങ്ങാത്ത ആവേശമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുടെ ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ സിനിമയുടെ പേര് സ്വർഗമെന്നാണ്. ഇത് കാണികൾക്കും ഒരു സ്വർഗമായി മാറത്തേക്കും നിർമ്മാതാക്കൾക്കും സന്തോഷത്തിന് സ്വർഗമായി മാറത്തേക്കും മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഞാനൊരു ഡബിങ്ങിന് ചെല്ലുമ്പോഴാണ് രജീഷ് സാറും ഭാര്യയും കൂടെ അവിടെ വന്ന് എനിക്ക് ഒരു ക്യാരക്ടർ നിശ്ചയിക്കുന്നത്. ജയ ജയ ഹേ എന്ന പടം കഴിഞ്ഞിട്ട് ഒരു പടം ഞാൻ ചെയ്തു, പാപ്പച്ചനൊടുവിലാണ്. നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അത് തിയേറ്ററിൽ എനിക്ക് പോയി കണ്ടപ്പോൾ വിഷമമായി പോയി. അത് പൂർണ്ണമായില്ല, എൻ്റെ ക്യാരക്ടർ അവിടെ എത്തിയിട്ടില്ല. അതിനുശേഷം ഇത് നല്ല ക്യാരക്ടർ എന്ന് പറയുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോയി സൂപ്പർ ഒരു ക്യാരക്ടർ, ഒരു വളരെ തൃപ്തിയോടെ 1 മാസം കൊണ്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. ഇനിയും ഞാൻ വന്നപ്പോഴേ ചോദിച്ചു, സാറേ എന്താ ഇതിൻ്റെ പേര്, അഥവാ എനിക്കൊരു വാക്ക് പറയേണ്ടതായിട്ട് വന്നാൽ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ലെന്ന്. അതങ്ങോട്ട് അനൗൺസ് ചെയ്തപ്പോൾ എനിക്കൊരു സ്വർഗാനുഭൂതി തന്നെയാണ് ഉണ്ടായത്. കാരണം സൂപ്പർ പേര്, ആര് സെലക്ട് ചെയ്താലും സൂപ്പർ സൂപ്പർ സൂപ്പർ, ആ പേര് എനിക്ക് അങ്ങ് ഹൃദ്യമായി. ഇനിയും സാമ്പത്തികം മുടക്കി ഞങ്ങളെപ്പോലുള്ള കലാകാർക്ക് അന്നത്തിന് വക തരുന്ന പ്രൊഡ്യൂസറിനും ഇതിൻ്റെ ഡയറക്ടർക്കും സംഗീത സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും നമ്മളെ സംബന്ധിച്ച് ഈ പടത്തിൽ അഭിനയിക്കുന്നതും ആർട്ട് ഡയറക്ടേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക്, നമുക്കേവർക്കും യേശുവിൻ്റെ കൃപയോടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപമാണ് സ്വർഗസ്ഥനായ സ്വർഗത്തിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുന്ന യേശുവിനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ജഗദീശ്വരൻ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, കാണികളെയും. കാരണം അവരുടെ കണ്ണിലും മനസ്സിലും കാഴ്ച എന്നുള്ളത് കണ്ണിൻ്റെ പ്രവൃത്തി, കാഴ്ചപ്പാട് എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ വിജയപ്രദമായ ഒരു പടം ഇറക്കുവാൻ നമ്മുടെ ടീമിന് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോട് നിങ്ങളുടെ സ്വന്തം കുറിച്ചനാണ് ഞാൻ. ഒത്തിരി സന്തോഷം മെയിൻലി ഒരു നല്ല തീം അല്ലെങ്കിൽ ഒരു നല്ല പ്രമേയത്തോടു കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടറും എൻ്റെ അടുത്ത് കഥ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫിലിം, അതിൻ്റെ പേര് തന്നെ സ്വർഗം എന്നാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന PSC ഓണിന് ഞാൻ തമ്മിലൊരു വലിയ റിലേഷൻ ഉണ്ട്. കാരണം എൻ്റെ സിനിമ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കൈരളിൻ്റെ സ്റ്റാർ വാർസ് അതിൻ്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ക്യാമ്പും. ഇവിടെ നിന്നാണ് VK പ്രകാശ് എന്ന് പറയുന്ന സംവിധായകൻ ആദ്യ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതായിരുന്നു എൻ്റെ സ്ഥലം എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുകയും കാര്യമൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഓൾ ദ ബെസ്റ്റ് എല്ലാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാവർക്കും എല്ലാ ആശംസകളും.